ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ കുറേ അധികം പുസ്തകങ്ങൾ വായിക്കാറുണ്ടെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാൻ സാധിക്കാറില്ല. ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതി മൂലം വിട്ടുപോകുന്നതാണ്. സിനിമകളിൻ്റെ ഒപ്പം ഇതും കൂടെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, നടന്നില്ല. പക്ഷെ ഇനി തൊട്ട് അത് പ്രോപ്പറായി ഫോളോ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പുതിയ തുടക്കമായിട്ട് ഈ അടുത്ത് ഞാൻ വായിച്ചു തീർത്ത ബെന്യാമിൻ രചിച്ചിട്ടുള്ള ശരീരശാസ്ത്രം എന്ന പുസ്തകത്തിനെ കുറിച്ചാണ്. ഇതിൻ്റെ തുടക്കത്തിൽ തൻ്റെ സുഹൃത്ത് അപകടപ്പെട്ടു എന്നൊരു മെസ്സേജാണ് ഈ കഥയുടെ തുടക്കം. ആ മെസ്സേജ് കണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും അപകടമുണ്ടായ സുഹൃത്തിനെ കാണുകയും ചെയ്യുന്നു. ഒരുപറ്റം സുഹൃത്തുക്കളുണ്ട്. അവർ പരിചയപ്പെടുന്നത് ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ജീവകാരുണ്യം നടത്തുന്നു, പ്രാർത്ഥനകൾ ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തീയ ഫാദർ, ബ്രദർ, അങ്ങനെ കുറേ പേരടങ്ങുന്ന ഒരു ഫെലോഷിപ്പിൻ്റെ ഭാഗമായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. അവരുടെ സൗഹൃദം, അതിലെ ഒരാൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ ഓർമ്മകളിലൂടെയാണ് കഥ തുടങ്ങുന്നത്. ഒടുവിൽ പെട്ടെന്ന് തന്നെ സീരിയസ് ആവുകയും മസ്തിഷ്ക മരണം എന്ന ഒരു അനിവാര്യ ഘടകമാവുകയും ചെയ്യുകയാണ്. തൻ്റെ അവയവം കുറേ നാൾ മുമ്പ് തന്നെ എല്ലാവർക്കും നൽകാനായിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മരണം അവരെ സംബന്ധിച്ചൊരു വലിയൊരു ഷോക്കും അത് പക്ഷേ ഒരു നന്മ ചെയ്ത ഒരു ഫീലും എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം തൻ്റെ അവയവങ്ങൾ താൻ മരിച്ചെങ്കിലും തന്നിലൂടെ 6-7 ജീവൻ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന തോന്നലുകളോടെ അവർ മരണം ഏറ്റുവാങ്ങി പിരിയുകയാണ്. പിന്നീട് ഇവർ ഓരോരുത്തരും, ഇതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. ഇതിനൊപ്പം സന്ധ്യ, ഋതു, രാകേഷ്, അങ്ങനെ ഒരുപിടി കഥാപാത്രങ്ങളുണ്ട്. അവർ ഇതിനെ പരിചയപ്പെട്ട ഓർമ്മകളും അവരുടെ സൗഹൃദത്തിൻ്റെ ഓർമ്മകളും ആലോചിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെയാണ് ഈ നോവലിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഫെലോഷിപ്പിൻ്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ പോകുന്ന സമയത്താണ് ഒരു മെസ്സേജ് വരുന്നത് ഈ സുഹൃത്ത് വലയത്തിന് അകത്തേക്ക്. ഇതിനെ ഇടിച്ചിട്ട വണ്ടിയെക്കുറിച്ച് നിങ്ങൾ പിന്നെ അന്വേഷിച്ചോ എന്നൊരു മെസ്സേജ് മാത്രമാണ്. അത് അവർക്ക് ഉള്ളിൽ, അതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു ഇത് സൃഷ്ടിക്കുകയാണ്. ശരിയാണ്, നമ്മൾ ആരും അത് ശ്രദ്ധിച്ചില്ല. കാരണം എല്ലാം പെട്ടെന്നായിരുന്നു. പുള്ളി പോയതിൻ്റെ സങ്കടമുണ്ട് ഒരു വശത്ത്. അപ്പം ഇത് സംഭവം ശരിയാണ്, അതിനെക്കുറിച്ച് ആരും തന്നെ അന്വേഷിച്ചില്ല. തുടർന്ന് ആ വണ്ടിയെ തേടിയുള്ള അന്വേഷണം എത്തുന്നത് വലിയ വലിയ രഹസ്യങ്ങൾക്ക് നടുവിലാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു നോവൽ എന്ന് പറയുമ്പോൾ ഒരു മിസ്റ്ററി സിനിമ കാണുന്ന ഫീലാണ്, കണ്ട ഫീലാണ് എനിക്ക് ഇത് വായിച്ചു തീർത്തപ്പോൾ കിട്ടിയത്. പതിയെ തുടങ്ങി ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ ക്യാരക്ടറൈസേഷനും ഇവരുടെ സൗഹൃദത്തിൻ്റെ കഥകളൊക്കെ ആയി തുടങ്ങി പതുക്കെ പിന്നെ കുറേ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്തോ ഒരു ഇനി എന്തായിരിക്കും എന്ന് തോന്നിക്കുന്ന നിമിഷത്തിലാണ് ഈ ഒരു മെസ്സേജ് വരുന്നതും കഥയുടെ മട്ട് മാറുന്നതും. അങ്ങനെ ഒരു അന്വേഷണ ത്വര ഇവർക്കിടയിൽ ഉണ്ടാകുകയാണ്. തുടർന്നുള്ള അന്വേഷണത്തിൽ അവർ വലിയ വലിയ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ഒരു ഫെലോഷിപ്പിൻ്റെ മറവിൽ ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ചാണ്. അതിൻ്റെ മറവിൽ ഇതിനെ വിശ്വസിച്ച് വരുന്നവരുടെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ അവരെ ഒരു മറയാക്കി, ദൈവത്തെ ഒരു മറയാക്കി വലിയ രീതിയിലുള്ള ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. അവയവദാനം എന്ന് പറയുന്ന അവയവം വിറ്റ് കോടികൾ എടുക്കുന്നു. എന്നാൽ പുറംപൂച്ചിലൊന്നുമില്ല. ദൈവത്തിൻ്റെ പാത പിന്തുടർന്ന കുറച്ച് പേര് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. 1-2 പേർക്ക് ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നു. ബാക്കിയുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ വാങ്ങി അവയവം കച്ചവടം ചെയ്യുന്നു. അങ്ങനെ വലിയ ഒരു റാക്കറ്റ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി എന്ന് തെളിയുന്ന കുറച്ച് പേര് കൊല്ലപ്പെടുകയും ചെയ്യുന്നതോടെ ഇവരുടെ പേടി കൂടുകയാണ്. സന്ധ്യ, ഋതു, രാകേഷ് എന്നിവരുടെ പേടി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. തുടർന്ന് അവർക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഇതെല്ലാം മനസ്സിലാക്കിയാൽ ഇതിന് പുറകെ പോകരുത്, പരസ്പരം അറിയാത്ത മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി ജീവിക്കണം, ക്രിസ്തുവിനെ മാത്രം മനസ്സിൽ വിചാരിക്കുക, ബാക്കിയെല്ലാം മറന്നു കളയുക എന്നൊരു രംഗം ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ തുടക്കത്തിൽ ബെന്യാമിൻ എതിരുള്ള ഈ ശരീരശാസ്ത്രത്തിൽ ഭയങ്കരമായിട്ട് ഒരു ക്രിസ്ത്യാനിറ്റി കടന്നു വരുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ അതിന് അവസാനം ഇങ്ങനെയൊക്കെ നമുക്കറിയാം, നമ്മൾ ഒരു ദൈവത്തിനോ ഒരു മതത്തിനോ എതിരല്ല, പക്ഷെ അതിന് കൂട്ടുപിടിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ ഇവിടെ വളരെ നല്ല രീതിയിൽ ഒരു ഫിക്ഷണലായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതൊരു സിനിമയാക്കാൻ പറ്റിയൊരു സബ്ജക്റ്റാണ്. പക്ഷെ ആൾറെഡി ജോസഫ് എന്ന സിനിമ വന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നിയത് അവസാനം ഇത് സിനിമയിലെ പോലെ സമൂഹത്തിന് മുമ്പ് കൊണ്ടെത്തുകയൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കി തൻ്റെ കൂട്ടുകാരൻ അങ്ങനെ കൊല്ലപ്പെട്ടു എന്നവർ അറിഞ്ഞു. പിന്നീട്
സ്വന്തം ജീവൻ പേടിച്ച് തന്നെ അവരുടെ ജീവിതങ്ങൾ നോക്കാൻ എല്ലാം മറന്നുകൊണ്ട് തന്നെ പല പല ദേശത്ത് അവർ മാറി ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഈ നോവൽ നിങ്ങൾ വായിക്കുക, നല്ലൊരു അനുഭവമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒരു മിസ്റ്ററി സിനിമ കാണുന്ന ലാഘവത്തോടെ നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്നൊരു നല്ലൊരു ബുക്കാണ് ശരീരശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ വായിച്ച നല്ല പുസ്തകങ്ങളെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാനും വായിക്കാം.